നാട്ടിൽ നിന്നൊരു വാർത്ത കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കർണാടക ബെൽഗാവിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവം. 3 തരം വിഷം കലക്കിയ കുപ്പി കൃഷ്ണമദാർ എന്നയാൾ 5ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു പാക്കറ്റ് ചിപ്സും 500 രൂപയും കൂലിയായി നൽകി സ്കൂൾ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയെന്നൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഹൃദയം പിടഞ്ഞുപോയി. അതിനേക്കാൾ എന്നെ പേടിപ്പെടുത്തിയത് ഇത് ചെയ്തത് സ്കൂളിലെ മുസ്ലിമായ ഹെഡ് മാസ്റ്ററെ സ്ഥലം മാറ്റാൻ വേണ്ടിയാണെന്ന വാർത്തയാണ്. 13ഓളം വിദ്യാർത്ഥികൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട് ആശുപത്രിയിൽ ചികിത്സയിലാവുന്നു. 3 ശ്രീരാമസേനക്കാരെ പോലീസ് പിടികൂടുന്നു. ആലോചിച്ചു നോക്കിയേ, സ്കൂളിലെ കുട്ടികൾ ജീവൻ അപകടത്തിലാക്കിയിട്ടായാലും തന്റെ ഉള്ളിലെ വിഷം ചീറ്റാൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ. മുസ്ലിം വിദ്വേഷവും വെറിയും കൊണ്ട് അന്ധരായവർ അവരുടെ പ്രൊപഗണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നത് 100 കണക്കിന് സ്കൂൾ കുട്ടികളെ ജീവൻ ബലിപീഠത്തിൽ വെച്ചുകൊണ്ടാണ്. ഹൈന്ദവ പുരാണങ്ങളിലെ നീതിമാനും മര്യാദ പുരുഷോത്തമനുമായ ശ്രീരാമനെ അപമാനിക്കാനാണ് ഈ സംഘങ്ങൾ ശ്രമിക്കുന്നത്. സ്വന്തം മനുഷ്യർ മരിച്ചു വീണാലും വേണ്ടില്ല, ഇവിടെ മറ്റൊരു മതസ്ഥൻ ജീവിച്ചു പോരുത് എന്നൊക്കെ ചിന്തിക്കുന്ന വിഷലിപ്തമായ മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവർക്കിടയിൽ സ്വന്തം വീട്ടുകാർ പോലും വിശ്വസിച്ച് ജീവിക്കുക? സംഖ്യ എന്ന വാക്കിനർത്ഥം മൃഗം എന്നാണ്. അല്ല, മൃഗത്തെ ഉപമിച്ചാൽ മൃഗത്തിന് പോലും നാണക്കേടാണ്.